രമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ 3 മാസത്തിലധികം നീണ്ട സംഘർഷത്തിനാണ് ഇതോടെ വിരാമമാകുന്നത്. ലോകരാജ്യങ്ങളാകെ കാത്തിരുന്ന സമാധാന കരാർ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സമാധാന കരാർ നിലവിൽ വരികയാണെന്നും ഇതിൽ US-ഉം ഇറാനും ധാരണയായിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ വ്യക്തമാക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഹോർമുസ് തുറക്കാനുമാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായ വിവരങ്ങളൊന്നും തന്നെ നിലവിൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സമാധാന കരാർ ജൂൺ 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒപ്പുവെക്കുമെന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം എത്രത്തോളം ഒരു അനിശ്ചിതാവസ്ഥയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ആകെ ഈ ഒരു യുദ്ധം സൃഷ്ടിച്ചിരുന്നത് എന്ന്. 3 മാസത്തിലധികമായി സംഘർഷം നീണ്ടുപോവുകയായിരുന്നു. ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ള വാക്കുകൾ നമ്മൾ പലതവണ കേട്ടു. സമാധാന കരാർ നമ്മൾ കേട്ടു, അനിശ്ചിതകാല വെടിനിർത്തൽ നമ്മൾ കേട്ടു. പക്ഷെ അതൊന്നും തന്നെ ഫലവത്താവാതെ പോയ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. അങ്ങനെ അവിടെ നിന്നുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഈ US-ഉം ഇറാനും തമ്മിൽ ധാരണയായി എന്നുള്ളൊരു പ്രഖ്യാപനം പാകിസ്ഥാൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ കരാർ പൂർത്തിയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ US നാവികസേനയുടെ ഉപരോധം നീക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്ക് ഉടൻ തന്നെ തുറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇവർ തമ്മിൽ ധാരണയായത് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. ഇറാനുമായുള്ള കരാർ പൂർത്തിയായിരിക്കുന്നുവെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായുള്ള കരാർ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നുവെന്നും എല്ലാവർക്കും അഭിനന്ദനങ്ങളെന്നും ട്രംപ് കുറിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ടോൾ ഇല്ലാതെ തുറന്നു കൊടുക്കാൻ ഇതിനാൽ പൂർണ്ണ അധികാരം നൽകുന്നുവെന്നും അതോടൊപ്പം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയുടെ ഉപരോധം ഉടനടി നീക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യുന്നുവെന്നുമാണ് ട്രംപ് കുറിച്ചത്. ലോകത്തിലെ കപ്പലുകളെ നിങ്ങളുടെ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങിക്കോളൂ എന്നാണ് ട്രംപ് ഈ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ ഒരു ശുഭസൂചനയായാണ് ലോകരാജ്യങ്ങളാകെ കാണുന്നത്. ഏറ്റവും കൂടുതൽ ഈ ഒരു യുദ്ധം ബാധിച്ചത് ഗൾഫ് രാജ്യങ്ങളെയാണ്. എത്രത്തോളം പ്രവാസികളെ അടക്കം ഈ യുദ്ധം ബാധിച്ചു എന്ന് നമ്മൾ കണ്ടു. മാത്രമല്ല ഇന്ത്യയിലടക്കം ഈ യുദ്ധത്തിന്റെ അലയൊലികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഈ സാധനങ്ങൾക്ക് വില കൂടുകയും അതോടൊപ്പം തന്നെ ഇന്ധന വില വർദ്ധിക്കുകയും ഇന്ധനങ്ങൾ കിട്ടാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇതിൽ ആകെ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് സ്വർണത്തിന്റെ വില കുറഞ്ഞിരുന്നു ഈ ഘട്ടങ്ങളിൽ എന്നുള്ളതാണ്. പക്ഷേ ഈ യുദ്ധത്തിന് സമാധാനം വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സ്വർണ്ണവില ഉയരുന്ന ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട്. 1000-ലധികം രൂപ ഇന്നിപ്പോൾ സ്വർണത്തിന് ഉയർന്നിട്ടുണ്ട്. എന്തായാലും 3 മാസത്തിലധികം അങ്ങനെ നീണ്ട സംഘർഷത്തിന് ഇതോടെ വിരാമമാവുകയാണ്. ഈ ലോകരാജ്യങ്ങളാകെ കാത്തിരുന്ന ഒരു സമാധാന കരാറാണ് വരാൻ പോകുന്നത്. ഇതിൽ എത്രത്തോളം ഇറാൻ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം നടത്തേണ്ടതായുണ്ട്. ഇറാന്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് നിരവധിയായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഓരോ തവണയും വെടിനിർത്തൽ കരാർ വരുന്നു അല്ലെങ്കിൽ യുദ്ധം സമാധാനത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും അതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കരാറേ ഇല്ല, നടക്കുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തുന്ന കാഴ്ചകൾ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ ഇത്തവണയും പോകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. പക്ഷെ എന്നാൽ പോലും പാകിസ്ഥാനാണ് ഇതിൽ US-ഉം ഇറാനും തമ്മിലുള്ള ഈ ഒരു സംഘർഷത്തിന് ധാരണയിലെത്തിയത് എന്ന് പ്രഖ്യാപിച്ചതാണ് കുറച്ചെങ്കിലും ഒരു ആശ്വാസം നൽകുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകളൊക്കെയും നടന്നിരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.